പോലെ ഞാനില്ല. ഇതിന് ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞത്, ഞാന് മേല് കഴുകാൻ പോയ മനുഷ്യൻ അറിയാം. ഈ കണ്ട രാജ്യങ്ങളായ രാജ്യം മൊത്തം തെണ്ടി തിരിഞ്ഞ് വയ്യാണ്ടായിരിക്കണോ എനിക്ക് ഒച്ച പോലും ഇല്ല. എന്നാലും ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പോയി മേല് കഴുകിയിട്ട് വന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട്, ഞാൻ ഉറങ്ങുന്നെന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് ഈ വീഡിയോ എടുക്കാം, എനിക്ക് ഇപ്പൊ പൊട്ടിക്കണം. നിനക്കറിയാമോ നീ എന്തൊക്കെ മേടിച്ചെന്ന് നിനക്കറിയാമോ? എനിക്കറിഞ്ഞൂടാ, അതല്ലേ പറഞ്ഞു. അതല്ലേ പൊട്ടിച്ച് നോക്കണോന്ന് പറഞ്ഞേ. ഇത് ഞാൻ ആഫ്രിക്കയിൽ പോയിട്ട് കുളിച്ചിട്ട് വരുന്ന കാര്യമല്ല പറഞ്ഞത്, ഇതിന്റെ അപ്പുറത്തൊരു ബാത്റൂമിൽ പോയി തുറങ്ങാണ്ട്. രണ്ട് പേഴ്സിന്റെ കയ്യിലുണ്ട്. ഇത് നമ്മൾ മേടിച്ച പേഴ്സാണ്. ഇത് കള്ളി. ഇത് സാമ്പിൾ എടുത്ത് വെച്ചിരിക്കുന്നത്, ഇതല്ല വാങ്ങിച്ചത്. ഒരു 6-7 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കള്ളി. ശരിക്കും ഇങ്ങനത്തെ 6 എണ്ണം മേടിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വേറൊരു കുഞ്ഞത് അതിന്റെ ചെറുത് വാങ്ങിയിട്ട് അമ്മയ്ക്ക്, ചേച്ചിക്ക്, ചിറ്റയ്ക്ക് അവർക്കൊക്കെ കൊടുക്കാലോ. അതിന് ചെന്നിട്ടല്ലേ തീരുമാനമാക്കുള്ളൂ, അതിന് മുന്നേ നടക്കണം. ഓക്കെ, ഓരോ പാക്കറ്റ് ആയിട്ട് എടുക്ക്. ഇതിൽ ഏതൊക്കെ എന്തൊക്കെയാണോ ഒരു പിടിയില്ല കേട്ടോ. സത്യം, ഞാനത് നോക്കണേ. ഭാരമുള്ള സാധനം ഞാനും പൊട്ടിക്കാവൂ. അത് തുറന്നിരിക്കുന്ന അതങ്ങ് കാണിച്ചു. ഇതെന്താ കുരുങ്ങി കിടക്കണേ? അതെന്റെ ചെരുപ്പ്, എണമിരിയ കുരുവികളാണ്. ഇതാണ് ശ്രുതിയുടെ ചെരുപ്പ്. രാജാക്കന്മാരിട്ടുകൊണ്ടിടുന്ന ചെരുപ്പാന്ന് തോന്നണേ. ഇത് ഇവള് ഇതൊട്ട് ഇവളാണ് ഇടാൻ പോകുന്നത്. ആ ചെരുപ്പ് തന്നെ ഇതിന്റെ അകത്ത്. മാറ്, അടുത്ത പൊട്ടിക്ക് നീ. എന്റെ തിമ്മ അത് അങ്ങനെ പൊട്ടിക്കല്ലേ, കൊണ്ടുപോണ്ട. ഇത് എന്തായാലും ശ്രുതി ഒരു വെള്ളച്ചെരുപ്പ് വാങ്ങിയേട്ടാ. സൂപ്പർ സൂപ്പർ. ഇത് ഭയങ്കര റയറാട്ടോ അടി. ഇത് അടിപൊളിയായി നീ മേടിച്ചേ. താങ്ക്സ്. അപ്പൊ ബാക്കിയൊന്നും മറ്റേത് നിങ്ങൾ എവിടെ കണ്ടിട്ടുള്ള? ഇതും ഇത് ഒരുപോലത്തെ 2 എണ്ണം വാങ്ങി. ഇത് സൈസ് നോക്ക് വ്യത്യാസമുണ്ട്. ഇത് അച്ഛന്റെ കാലിന്, ഇത് എന്റെ സൈസിന് വാങ്ങിച്ചെങ്കിലും എനിക്കും അനിയനും ഉപയോഗിക്കാം. ഞങ്ങൾ യൂണിസെക്സാ. ശരി, അപ്പൊ ഈ ഇങ്ങനത്തെ ചെരുപ്പ് നല്ല ഒരു റെയർ ആയിട്ടുള്ള ചെരുപ്പാണ്. ഇതിന് എന്നിട്ട് ചാടി കേറും അതിന്റെ മുമ്പോട്ട്. ഇത് ആക്ച്വലി കോലാപ്പൂരി ചെരുപ്പിന്റെ പോലെ, കോലാപ്പൂരി ചെരുപ്പിന്റെ ഇത് ഇവര് കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ചെരുപ്പാണ്. അതാണ് ഇത് നമ്മുടെ അവിടെ കിട്ടത്തില്ല. പിന്നെ ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂരൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇത് 350 രൂപ പറഞ്ഞു. ഞങ്ങൾ അതും 300 രൂപയ്ക്ക് കരഞ്ഞ് ഈ പെണ്ണ് കടിക്കാനൊക്കെ പോയി ഇത് വാങ്ങിച്ച് കടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് 300 രൂപയ്ക്ക് വന്നത്. നന്ദിയുണ്ട്. താങ്ക് യു. ഇത് പിന്നെ കുറച്ച് സ്വീറ്റ്സ് ആണ്. എത്ര സ്വീറ്റ്സ് വാങ്ങി നമ്മളല്ല, അവിടെ നിൽക്കട്ടെ. ഇത് 1/2 കിലോയുടെ മറ്റേ അല്ലാത്ത സ്വീറ്റ് വാങ്ങി. പിന്നെ ഇവിടെ കപ്പലിന്റെ മുട്ടായിയുടെ പല ഫ്ലേവർ ഫേമസ് ആണ്. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കപ്പലിന്റെ മിഠായി വാങ്ങി. ഇതല്ല, ഞാൻ മറ്റേ സ്വീറ്റ്സ്. ഇത് ഞാനും ചേട്ടനും കൂടെ ചക്കപ്പഴം ലൊക്കേഷനിൽ കൊടുക്കാൻ വേണ്ടിട്ട്. എന്താടി ചേട്ടനും കൂടി നമ്മൾ വാങ്ങിയത്? ഞങ്ങളാണ് വാങ്ങിയത്. പിന്നെ ചക്കപ്പഴം ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്ക് പിന്നെ സ്വാഭാവികമായിട്ട് അറിയാം. അതന്നെ, സ്വാഭാവികമായിട്ട് അവിടെ എല്ലാവർക്കും അറിയാം. ചേട്ടൻ അതിനുള്ളത് ഒന്നും അറിഞ്ഞുകൂടാ, ചേച്ചി തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടെ പോയി ചക്കപ്പഴം ലൊക്കേഷനിൽ കൊടുക്കാനുള്ള. ഇതെല്ലാം കപ്പലിന്റെ മുട്ടായി കേട്ടോ. മുട്ടായിക്കും ഫ്ലേവർ ഉണ്ട്. ഇതിന്റെ അവിടെ കൊടുക്കുമ്പോ വേണം എനിക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ചേച്ചി വാങ്ങിച്ച പോലെ ഞാനും വാങ്ങി. ഞാൻ അർമതിച്ച് വാങ്ങി. സംഭവം അവരെടുത്തപ്പോ കൂടി പോയതായപ്പോ ഞാൻ ഇങ്ങനെ തന്നോളാൻ പറഞ്ഞു. അതായത് ഇത് സ്വീറ്റ്സ് മിക്സ് ആണ്. ഗുജറാത്തിലെ സ്വീറ്റ്സ് ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഞാൻ 1/2 കിലോ വാങ്ങി. ഇതിലെല്ലാം ഡയറി സ്വീറ്റ്സാ. അതെ, എല്ലാം. അപ്പൊ ഞാൻ 1/2 കിലോന്റെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടേ വാങ്ങിയിട്ടുള്ളൂ, വീട്ടിലേക്ക് മാത്രം. ഞാൻ 2 കിലോ വാങ്ങി. ഇവൾ എന്തിനാണ് 2 കിലോ മേടിച്ചത്? സത്യത്തിൽ വേറെ ആർക്കും എടുത്തു വെച്ചത്, ഇവൾക്ക് തെറ്റി കൊടുത്തതാണ്. വേറെ ആർക്കും എടുത്തു വെച്ചതല്ല, ആന്റിമാർക്ക് ഞങ്ങളും വാങ്ങി, ഉമ്മയങ്കളും ഒക്കെ വാങ്ങി. അപ്പൊ അത് കാരണം ഞാൻ എടുത്തോളാൻ പറയും. കാരണം എനിക്ക് ഇഷ്ടം പോലെ പേർക്ക് കൊടുക്കാൻ. ഇത് ശ്രുതിയുടെ പുതിയ ബാഗാണ്. ക്യൂട്ട് അല്ലേ? ഞങ്ങള് മാർക്കറ്റിൽ നിന്ന് ക്യൂട്ട് അല്ലേ ചേച്ചി? എത്ര രൂപ ഇതിന്? 250 രൂപ. സംഭവം കൊണ്ടുപോകാൻ വേണ്ടിട്ട്, അത് എനിക്കിപ്പൊ കുളിച്ചിട്ടിടാൻ വേണ്ടിട്ട് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കണ്ണ് വെട്ടിച്ച് പോയി ഡ്രസ്സ് വാങ്ങി. പക്ഷെ എന്റെ ഡ്രസ്സ് കാണാൻ നിങ്ങൾ എന്റെ ഡ്രസ്സ് ഐ എം എ സ്ട്രോബെറി കണ്ടോ? ഈ ഡ്രസ്സിന് എത്രയാ പറയും? 200 രൂപ. എത്ര? 200 രൂപ.
കൊള്ളാടി, നല്ല രസമുണ്ട്. രണ്ടെണ്ണം കൂടെ വാങ്ങിക്കണം പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കുലുങ്ങി പോണ്. പിന്നെ ഞാൻ ആ കാട്ടിൽ ചെന്ന് നിങ്ങളെ എവിടെ തപ്പും. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെ ഇടാനൊന്നുമില്ല. ഞാൻ എന്നിട്ട് രണ്ടെണ്ണം കൂടെ വാങ്ങിക്കായിരുന്നു ചേച്ചി. പക്ഷെ നിങ്ങൾ ഓടി പോണ കണ്ടപ്പോ ഞാനും പിന്നെ ഓടി അങ്ങ് വന്നു. ഇനി ഇത് ശ്രുതിയുടെ കമ്മൽ പെട്ടിയാണേ. സത്യം പറഞ്ഞത് എന്തൊക്കെ വാങ്ങിച്ചെന്ന് ഒരു പെടുത്തുമല്ല. ഞാൻ അവിടെ കൈവിട്ട് എല്ലാം വരും. ഞാൻ കാണിച്ചു തരാം. ഇത് ഏത് എല്ലാം 60 രൂപയാണ്. 60 രൂപ 60 രൂപ 60 രൂപ. ഏതെടുത്താലും 60 രൂപ. ഇതല്ല, ഇത് 100 രൂപ. ഏതെടുത്താലും 60 രൂപ. നല്ല നല്ല ഡിസൈൻസ് ഉണ്ട് കേട്ടോ. നല്ല കമ്മലുകളുണ്ട് കേട്ടോ ഇവിടെ. ഈ കമ്മല് ഞാൻ കച്ചിൽ പോയപ്പം ഇത് കാണാൻ പോലും പറ്റത്തില്ല. കാരണം ഇത് വെള്ള പേട് പോലത്തെ കമ്മലാണ്. ഇവിടെ വെച്ച് കാണിച്ചതാ. ഇത് കച്ചിൽ പോയപ്പം ഓർക്കണുണ്ട് ചേച്ചി 650 രൂപ 60 രൂപ 60 രൂപയുള്ളൂ. 650 രൂപ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ അന്ന് മറ്റേ അതാണ് ലാഭം. രാജകൊട്ടാരം പോയപ്പോ മേടിച്ച കമ്മലുകളാണ് ലാഭം. 3 രൂപ. ഇത് കുഴപ്പമില്ല, 60 രൂപയ്ക്ക്. പിന്നെ ചേച്ചി വാങ്ങിച്ച സെയിം കമ്മല് ഞാൻ വാങ്ങിച്ചു. 10 രൂപ വ്യത്യാസമുള്ളൂ. ഇത് ഞാൻ 50 രൂപയ്ക്ക് അവിടെ നിന്ന് മേടിച്ചാണേ. ഞാൻ 60 രൂപയ്ക്ക്. ഇതൊരു റിങ്. ഇത് വേറൊരു സ്ക്വയർ. ഇതൊക്കെയാണ് ശ്രുതിയുടെ കമ്മലുകൾ. അതെ, എല്ലാം കൂടെ ഞാൻ 700 രൂപയുടെ കമ്മല് വാങ്ങിച്ചു. 700 രൂപ കറക്റ്റ്. കാര്യം അവള് ഗൂഗിൾ പേ ചെയ്തത് പണ്ട് ചെരുപ്പ് മേടിച്ച കടക്കാരനായിരുന്നു. കമ്മലുകാരനും കൊടുത്തില്ല. പിന്നെ രണ്ടാമത് പിന്നെ 700 രൂപ കൊടുക്കേണ്ടി വന്നു. പക്ഷെ നമുക്ക് ആ ചെരുപ്പ് കടക്കാരൻ തിരിച്ചു വന്നു. ചെരുപ്പ് കടക്കാരൻ പാവമായിരുന്നു. അയാളപ്പം തന്നെ കാശായിട്ട് തിരിച്ചു വന്നു. പുള്ളി അവിടെ ചെന്ന് പോണ്ടി വന്നില്ല. അത് കാരണം ആ പൈസ കിട്ടി. ഇനി ഇതെന്തുവായിരുന്നു? അതെന്താണ്? അയ്യോ ഇത് ഞാൻ ശ്രീക്ക് വാങ്ങിയ ചെരുപ്പ്. ശ്രീ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശ്രീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത്. ഞങ്ങൾ ആരെയും കൊണ്ടുപോയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ കുറെ ഫ്രണ്ട്സിനെയും കൂടെ. അതെ. നിന്റെ ഷോളുകൾ. ഞാൻ പിന്നെ ഷോള് വാങ്ങിച്ചു 100 രൂപ 100 രൂപ. ചേച്ചി എനിക്ക് ഒരു ഷോളും കൂടി ഉണ്ടായിരുന്നു. അതേതാ? ഒരു പച്ച ഷോള്. അമ്പുരാനെ അത് പോയാ ശരിയാ. പച്ച ഷോളല്ലേ മെയിൻ ആയിട്ട് വേണ്ടിയിരുന്നത്. ഇപ്പൊ ഈ 2 ഷോളേ ഉള്ള. അയ്യോ നല്ല ഷോളായിരുന്നു അത്. അതെവിടെ? അമ്മോ, അതിങ്ങനെ പോകും. അങ്ങനെ പോലല്ലേ ബാഗിലല്ലേ വെച്ചു. അതൊന്നാമത്തെ കാര്യം, ഒരു 100 ഷോൾ എല്ലാരും കൂടെ വാങ്ങിച്ചില്ലായിരുന്നു. അത് നമുക്ക് നോക്കാം. ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുന്ന നമുക്ക് ശുഭപ്രതീക്ഷ. നമുക്ക് ഇനിയും വെച്ചുപൊട്ടിക്കാനുണ്ട്. ഇതിനകത്തുണ്ട്. 150 രൂപ. പക്ഷെ നല്ല ഷോളാണ്. നമ്മളവിടെ ഇതിന് 320 രൂപയും 450 രൂപയൊക്കെ ഞാൻ ഓരോ കടയിൽ ചോദിച്ചപ്പോ. ഇത് ശ്രുതി വാങ്ങിയ പാദസര എല്ലാം ഞാൻ വാങ്ങിയതാ. ഇതിനകത്ത് ഞാൻ വാങ്ങിയതേ ഉള്ളൂ സത്യം പറഞ്ഞ. കണ്ട, ഇത് എത്ര? 1200 രൂപ പറഞ്ഞു ഒരെണ്ണത്തിന്. ഞങ്ങള് രണ്ടും കൂടെ 1000 രൂപ. രണ്ടും കൂടെ 1000 രൂപയ്ക്ക്. കുഴപ്പമില്ല. ഞാൻ അതൊന്ന് വെച്ച് നോക്കട്ടെ. ഡാൻസിനൊക്കെ ഇടാം. ഡാൻസിന് മാത്രല്ല, നമുക്ക് പട്ടുപാടൊക്കെ ഇടുമ്പോ അമ്പലത്തിലൊക്കെ പോകുമ്പോ അങ്ങനെയും ഇടാം. കളർ പോവരുത് കേട്ടോ. 500 രൂപയ്ക്കുള്ളത് നീ ഒരു 5 വർഷം ഇടാം. കാണുന്നില്ല. അടിപൊളി. ഇനി ഇന്റെ കമ്മലുകൾ കേട്ടാ. കൊള്ളാം നന്നായിട്ടുണ്ട്. കാശ് മുതലായി. ഇനിതാ തൂക്ക കമ്മൽ. എല്ലാം 60 രൂപയാണേ. ഇന്നലെ വാങ്ങിച്ച ഒന്നും പോരാ. അവിടുന്ന് കുറെ വാരി പെറുക്കി എഴുതിയത് കണ്ട. 60 രൂപ. ഞാൻ ഇനി അടുത്ത 1 വർഷത്തേക്ക് പ്രോഗ്രാമിന് കമ്മല് വാങ്ങിക്കുന്നില്ല. ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുക, പെറുക്കിക്കൊണ്ട് ഇത് 60 രൂപ. ഇതൊക്കെ നല്ല ഡിസൈൻ അല്ലേ? നീ എന്താ ഇതൊന്നും വാങ്ങാഞ്ഞേ? കളർഫുൾ. ചേച്ചി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സൂപ്പർ അല്ലേ? ഇതെല്ലാം ചേച്ചി വാങ്ങിച്ചാണ്. ഞാൻ ഇനി എന്തിനാ വാങ്ങിക്കുന്നത്? ഇത് എന്റെ മാലോമ്മയുടെ മക്കൾക്ക് വാങ്ങിയതാണേ. മീഡിയം സൈസേ പറ്റുള്ളൂ. അവർക്ക് വലുത് പറ്റില്ല. അതുകൊണ്ട് ഇതെനിക്ക് വാങ്ങിയതാ വലുത്. പിന്നെ എന്റെ ചേച്ചിക്കും കൊടുക്കും ഞാൻ. ഇത് ദിവ്യക്ക്. ഓക്കെ, ഇത്രയും കമ്മലുകൾ ഞങ്ങൾ വാങ്ങിച്ചു. ഇനി എന്താ വാങ്ങിയ? ചേച്ചി ശരിക്കും എന്തിനായിരുന്നു വന്നത്? മൊത്തം എന്റെ സാധനങ്ങളാ. ചേച്ചി എന്നെ പ്രോത്സാഹിപ്പിച്ച് വഴിതെറ്റിക്കാൻ വന്നെന്ന് തോന്നുന്നു. ഞാന് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി നിർത്തിയായിരുന്നു. അവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങി. ഇതൊരു ഡപ്പ, ഇത് വേറൊരു ഡപ്പ, ഇത് വേറൊരു ഡപ്പ. ഇത്രയും സ്വീറ്റ്സ് ഞാൻ ഒരു ബബിൾ കോപ്പ്. ഇതെന്താ നോക്കട്ടെ. ഇതാര് വാങ്ങിയതാ? ഞാനായിരിക്കും. നീയെല്ലാം ഞാനൊന്നും വാങ്ങിയില്ല. നിങ്ങളല്ലേ ഈ ചെരുപ്പ് വാങ്ങിയേ? ഏത് ചെരുപ്പ്? അതെ, ചേച്ചിക്ക് ചെരുപ്പ് വാങ്ങിയായിരുന്നു. അത് കാണിച്ചില്ലല്ലോ.
ഇത് എൻ്റെ ചേച്ചിക്ക് ഞാൻ വാങ്ങിയ ചെരുപ്പ്. കൊലപ്പുരി. ഇത് കൊലപ്പുരി അല്ലേ? ഇത് എൻ്റെ ചേച്ചിക്ക് ഞാൻ വാങ്ങിയ ചെരുപ്പ്. നീ അഥവാ ചേച്ചിക്ക് പാകായില്ലെങ്കിൽ എന്റെ അമ്മയുടെ ഒറിജിനൽ കോലാപ്പൂരി ഡിസൈൻ. ഇത് ഞാൻ എനിക്ക് മേടിച്ചത്. കണ്ടോ രാജാവിന്റെ ചെരുപ്പ്. ഇത് കഴിഞ്ഞ അടുത്ത ഭരണം കൊച്ചി രാജ്യത്തെ. അതാ ഇത് ഇട്ടിട്ടാണ് ഇനി തൃപ്പൂണിത്തുറ രാജ്യം ഭരിക്കാൻ. ഇനി ആ വലിയ ബാഗ് എടുക്ക. ഇത് വെയ്യ അങ്ങോട്ട് എടുക്ക വ്യഗ്രതപ്പെടാതെ. ഞാൻ മടുത്തു ഇതിനെയും കൊണ്ടുപോയി. സമ്മതിക്കത്തില്ല. സ്മൈലി സ്ട്രീറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങളിവിടെ. ഇത് ആലോചിച്ച് നോക്കിയ ഇപ്പൊ റൂം സർവീസ് ചെറുക്കൻ കേറി വരുമ്പോ അവന്റെ അവസ്ഥ. 2 എണ്ണം 150 രൂപ അല്ലേടി? അപ്പൊ ഞാൻ പറഞ്ഞു ഇത് 2 എണ്ണം നമുക്ക് എടുക്കാം. എന്നിട്ട് 75 രൂപ ലാഭല്ലേ? 75 രൂപയ്ക്ക് ഒരെണ്ണം വെക്കും, ഒരെണ്ണം എനിക്ക്. ഇത് ഒന്നില്ലെങ്കിൽ ഞാൻ എന്റെ കാറിൽ വയ്ക്കും, അല്ലെങ്കിൽ ഓസ്കാറിന് കൊടുക്കും. ഞാൻ എനിക്ക് അപ്പനൊന്നും മനസ്സിലല്ലോ പറഞ്ഞ പോലെ. ഇത് ആക്ച്വലി ഞാൻ എന്നാ അവന്മാർക്ക് കൊടുക്കാം. ഇത് ചിലപ്പോ ഓസ്കാറിന്റെ എനിക്ക് അപ്പന് എപ്പോഴും കുറെ വാങ്ങിച്ചു കൊടുക്കണം. അവൻ എന്റെ ആവശ്യമുള്ളൂ. ഇവിടെ മനുഷ്യന്മാർക്ക് വാങ്ങിക്കാൻ എനിക്ക് എന്റെ സാധനം തീർന്നിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ അഹമ്മദാബാദ് മൊത്തം ഉണ്ട് എന്റെ ബാഗ്. ഇത് ആക്ച്വലി ചേച്ചി വേസ്റ്റ് വാങ്ങിച്ചത്. ഇതെനിക്കാണ്. ഇത് ഞാൻ മറ്റേ ചെരുപ്പ് 250 രൂപ. 150 രൂപ. നീ ഇതന്നെയല്ലേ അന്ന് വേറെ കളർ വാങ്ങിയത്? ഇതെന്താന്നറിയാമോ? ഇതിനെന്താ ഡിജിറ്റൽ സ്ലേറ്റ്. കണ്ട, ഇത് ദിവ്യയുടെ മോന്, മാലോമ്മയുടെ കൊച്ചുമോന് ഞാൻ മേടിച്ചതാണ്. സ്ലേറ്റ് ഡിജിറ്റൽ സ്ലേറ്റ്. അവന് കുറച്ചേരം സമയം പോവും. അതന്നെ. അല്ല എഴുതി പഠിക്കുകയും ചെയ്യാം. എഴുതു നീ. കൊച്ച് വേണ്ടേ? അതിന് സ്ഥലമില്ല. അങ്ങനെ അമർത്തേതാ മാഞ്ഞു. ഐ ലവ് യു കണ്ടോ? ഐ ലവ് യു. ഇവിടെ ഡിലീറ്റ് ഉണ്ട്. ഡിലീറ്റിൽ അമക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. ഇതൊക്കെ എന്റെ കണ്ണു വെട്ടിച്ച് വാങ്ങിയതാണേ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഈ ചേട്ടനല്ലേ നമ്മള് പൈസ കൂടുതൽ തിരിച്ചു പോയി വാങ്ങിച്ച. കണ്ട ഞാൻ എവിടെ പോയെന്ന് നിങ്ങളുടെ കണ്ണു വെട്ടിച്ച്. ഇതെന്തിനാ ഒരുപോലത്തെ ഇത്രയും ഷൂ? അത് ഓരോരുത്തർക്കാണ്. എന്നാ വിഷയമില്ല. ഇതെല്ലാം കൂടെ പിന്നെ എനിക്ക് ഇട്ടോട് നടക്കാൻ വേണ്ടിട്ട് ഒരേപോലത്തെ. അതിന്റെ തന്നെ പല കളറുകളാണ് ഇവള് വാങ്ങിക്കുന്നത്. എനിക്ക് എന്റെ അമ്മയുണ്ട്, ഞാനുണ്ട്. ഇനിയുണ്ട് ശ്രുതിയുടെ വള. ഞാൻ അവിടെ ഒരു ശ്രുതി ഇതൊക്കെ നാളെ ഇങ്ങനെ ഫ്ലൈറ്റ് കയറ്റും നമ്മള്. ഞാൻ അപ്പുറത്തെ ആന്റീനെ ചോദിക്കുന്നുണ്ട്. ആന്റിക്ക് 8 കിലോ ഉള്ളൂ, ബാക്കി ഞാൻ എന്റെ കൊടുക്കും. ആന്റിക്ക് ഒരു വിഷമം വേണല്ലോ. ഞങ്ങൾക്കൊക്കെ 15-16 കിലോ. ഇത് സൂപ്പർ സെലക്ഷൻ ആണ്. സ്വന്തമായിട്ട് സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ്. ഞാനാണ് സെലക്ട് ചെയ്തത്. എത്ര രൂപയുടെ? 150 രൂപ. 150 രൂപ. സൂപ്പർ. ഈ ബാഗും അവിടുന്ന് വാങ്ങിച്ചതാ കേട്ടോ. അല്ല ഇത് ശ്രുതി മേടിച്ച വേറെ പാദസരം. ഇത് മറന്നു വിട്ടാണ് നീ മറ്റേത് മേടിച്ചേ? അല്ല ഇത് 60 രൂപ. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. ഇത് 60 രൂപ. 60 രൂപ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. 3 എണ്ണം പിടിക്ക്. ഇനി കഴിഞ്ഞേ ഈ ബാഗ് ഞാൻ മേടിച്ചതാണ്. കാര്യം വെയിറ്റ് കൂടുതലാവുകയാണെങ്കിൽ 7 കിലോ ഹാൻഡ് ലഗേജിനെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ മേടിച്ച എന്റെ വലിയ ബാഗ്. ഇപ്പൊ അതിനകത്ത് ആകെ വെക്കാൻ വേണ്ടിട്ട് 2 കഷ്ണം അലുവ, അല്ല ചെമ്പേട, 2 ചെരുപ്പ്. തീർന്ന്. ഓസ്കാറിന് കൊടുക്കാനുള്ള സ്മൈലി. ബാക്കി കിടക്കണ മൊത്തം എനിക്ക്. ഇതിനകത്ത് 7 കിലോ കൊണ്ടുപോകണം. ഇവിടുന്ന് 2 ഇഷ്ടികയും കൂടെ വലിച്ചു കയറ്റാൻ നമുക്ക് അതിനകത്ത് 7 കിലോ കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിരിക്കുന്നത്. ഇനി ഇത് നോക്ക്, താത്തി കാണിച്ചു കൊടുക്കണം. മര്യാദക്ക് ഇരുന്നതാ ഞാൻ എഴുതിയിട്ട് വന്നിട്ട് ഒതുക്കാൻ. ഇതിപ്പോ പഞ്ചായത്ത് പറയുമ്പോ മൊത്തം നേരത്തെ പോലെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ സമയം 12 മണിയായിരിക്കുകയാണ് രാത്രി. അപ്പൊ നമുക്ക് ഇനി നാളെ രാവിലെ 6:00 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണം. ഇനി നമുക്ക് ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം ഉറങ്ങിയിട്ട് രാവിലെ 6:30 റെഡി ആയിട്ട് 7 മണിക്ക് ഇവിടുന്ന് പോണത്തെ. അത് നമുക്ക് പോണത്ര രാവിലെ വിളിക്കണ്ടല്ലോ. അതാ ഇനി കുളിയൊന്നും വേണം. ഇനി എല്ലാം കൂടെ ഒരുമിച്ച്. അപ്പൊ ഓക്കെ, സ്റ്റാർട്ട്. എന്ത്
കയ്യോടെ പാക്ക് ചെയ്തോ? ഇതിന് മൂത്ത ഭ്രാന്തം കണ്ട അവിടുത്തെ തണുപ്പ് മാറിയപ്പോ തുടങ്ങിയ ഇന്നലെ വരെ ഒരു അക്ഷരം കേൾക്കാനില്ലായിരുന്നു കേട്ടോ. വരുന്നു, മേല് കഴുകുന്നു, കുട്ടി പോയി കിടക്കണു. തണുപ്പ് മാറി ചൂടുകാരൻ്റെ അടിച്ചപ്പോ ശരിയായി. അല്ല ഇനിയിപ്പോ ഇതൊക്കെ പാക്ക് ചെയ്യാ, എന്നിട്ട് കുളിക്കുക. ചേച്ചിയല്ലേ പറഞ്ഞ ചേച്ചി ദുബായി പോകുന്നതിന് 1/2 മണിക്കൂർ ഫ്ലൈറ്റിന് മുമ്പ് പാക്ക് ചെയ്യും. ഞാൻ പാക്ക് ചെയ്യാം, ഞാൻ പെട്ടെന്ന് പാക്ക് ചെയ്യും. നീ ഇവിടെ ഇരിക്കുള്ളൂ. സ്വഭാവം നോക്കണേ. വെറുതെ ഇരുന്ന് എന്നെ പിടിച്ചോണ്ട് വന്നിട്ട് ഞാൻ എന്റെ കാര്യം നോക്കി പോണം. പോകാ, എനിക്കാരും വേണ്ട. ഞാനിപ്പോ എന്ത് ചെയ്യുന്നത്? ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഞാൻ വായിക്കാനുള്ള ആവേശം ബാക്കി ഞാൻ ആർക്കും ഇല്ല. അത് ഓഫ് ചെയ്യുവാ. അതൊന്ന് ഓഫ് ചെയ്ത് തരാം. ആ നടുക്കത്തെ ചുമന്നത് കണ്ടോ?